محمد وآله كما أعلنت وسلم اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستغفر الله إن الله غفور رحيم. ഏറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വാത്സല്യനിധികളായ പിഞ്ചോമന മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ആയുസ്സും ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒട്ടനേകം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, കഴിഞ്ഞ മജ്‌ലിസ് നൂറിൽ, കഴിഞ്ഞ ദിക്റിൽ നമ്മളെല്ലാവരും നമ്മൾ നിത്യേന ചെല്ലേണ്ട പതിവാക്കേണ്ട ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഞാനടക്കമുള്ള നിങ്ങളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അനുമാനിക്കുന്നു. അല്ലാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലാറുള്ള ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ള ദിക്ർ. ഈ ദിക്ർ നമ്മളെല്ലാവരും നിസ്കാരം കഴിഞ്ഞ ഉടനെ, സലാം വീട്ടി കഴിഞ്ഞ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലാറുണ്ട്. അല്ലാത്ത ധാരാളം സമയങ്ങളിലും നമ്മളെല്ലാവരും ഈ ഇസ്തിഗ്ഫാറിനെ നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അഥവാ അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. എന്തുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം? ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവനാണ്. അല്ലാഹു റഹ്മത്തുകൾ വാരി വിതറുന്നവനാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ? ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന 3 ഗുണങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. قال النبي صلى الله عليه وسلم, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കിയാൽ, അത് പതിവാക്കിയാൽ, ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കുന്നവരാണെങ്കിൽ, അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമാക്കുന്നവരാണെങ്കിൽ, ഒന്നാമത്തെ അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെയാണ്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. എന്താണ് അതിന്റെ സാരം എന്നറിയുമോ? എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു അവനിക്ക് മോചനം നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
കേവലം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നമ്മൾ പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന ഒരു പ്രതിഫലം എന്താണ്? എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു നമുക്കൊരു മോചനം നൽകും, ഒരു തുറവടി നൽകും. ഞാനടക്കമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരടക്കമുള്ള നമ്മളൊക്കെ എത്രയോ പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഓരോ ദിവസവും നമ്മളിലേക്ക് കടന്നു വരുമ്പോ, ഓരോ സുപ്രഭാതവും നമ്മളിലേക്ക് വെളിവാകുമ്പോ നമുക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളാണ് വരുന്നത്. എത്ര പ്രയാസമാണ് ഒരു ദിവസം വരുന്നതെന്ന് നോക്കിയാൽ ഒരിക്കലും നമുക്കത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അത്രമേൽ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ. ആ പ്രയാസങ്ങളെല്ലാം മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഈ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കണേ. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങളിൽ നിന്ന് വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഹബീബുർ റസൂലുള്ളാഹ് പറയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കുകയാണെങ്കിൽ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മനപ്രയാസത്തിൽ നിന്നും എല്ലാ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സെന്തിനോ പടപടച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിൽ എന്തോ ടെൻഷനാണ്, എന്താണെന്ന് എനിക്കറിയൂല. മനസ്സിൽ എന്തിനൊക്കെയോ മനസ്സിൽ ഇങ്ങനെ വിഷമം കുടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു രസമില്ലാതെ, നിസ്കാരത്തിൽ ഒരു രസമില്ലാതെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു രസമില്ലാതെ, നമ്മുടെ ജീവിതത്തിലെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രയാസങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല തമ്പുരാനെ. അതുകൊണ്ട് ആ പ്രയാസം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മാറ്റണോ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ? കടം കൂടുതലായിട്ടാണോ നിനക്ക് മനസ്സിൽ പ്രയാസമുള്ളത്? നിന്റെ മക്കള് ഗൾഫിൽ ജോലിയില്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണോ നിനക്ക് മനസ്സിൽ പ്രയാസം വരുന്നത്? നിന്റെ വീട്ടിൽ എന്നും രോഗമാണോ? അതാണോ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഏതേത് പ്രശ്നങ്ങൾക്കും ഏതേത് പ്രയാസങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇത് ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. മൂന്നാമതായി കിട്ടുന്ന ഗുണങ്ങൾ പറയട്ടെ. ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയ മനുഷ്യനിക്ക് മൂന്നാമതായി റസൂലുള്ളാഹി പറയാണ്, അല്ലാഹുവേ നമുക്കൊക്കെ ഭക്ഷണം തരുന്നവർ തമ്പുരാനാണ്, നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുന്നവൻ തമ്പുരാനാണ്. നമ്മളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ കുടുംബനാഥന്മാര്, നമ്മുടെ ഭർത്താക്കന്മാര്, വാപ്പമാര്, അല്ലാഹുവേ നമ്മുടെ മക്കളൊക്കെ വിദേശത്തെ കഷ്ടപ്പെടുകയാണ്, നമ്മുടെ മക്കളൊക്കെ വിദേശത്തെ കഷ്ടപ്പെടുകയാണ്. ഭർത്താക്കന്മാര് നേരം വെളുത്താൽ അവരെ ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുകയാണ്. ഓരോരുത്തരും ജോലി തേടി പോകുകയാണ്. പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഒരു ദിവസമെങ്കിലും എന്റെ ഭർത്താവ് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്റെ അടുപ്പ് പുകയൂലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ഹബീബായ നബി പറയുകയാണ്, അവിചാരിതമായ ഭാഗത്തിലൂടെ, നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഭക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പക്ഷേ നിങ്ങൾ അറിയൂല്ല ഏത് വിധത്തിലാണ് എന്റെ മകനിക്ക് ജോലി കിട്ടുന്നത്, ഏത് വിധത്തിലാണ് എന്റെ ഭർത്താവിന് നിഅമത്ത് കിട്ടുന്നത്. ഇതൊന്നും നമുക്ക് സാധ്യമല്ലല്ലോ. എന്നാൽ ഹബീബായ നബി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ വക, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ മാർഗങ്ങൾ അല്ലാഹു തുറവടിയാക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരിമാരെ, ഇത് നൈമിഷികമായ ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകേണ്ടവരാണല്ലോ. ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ പോകേണ്ടവരാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങള്, നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ മക്കൾ നിന്ന് വരുന്ന മഹാപാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു പറഞ്ഞു, വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്നല്ല മുഹമ്മദ് നബി പറയുകയാണ്. ഈ 3 ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു നമ്മളെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അല്ലാഹു നമുക്ക് കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി, ജീവിതത്തിൽ അല്ലാഹു ഖൈറിന്റെ വഴികൾ തുറന്നു തരാൻ ഇസ്തിഗ്ഫാർ ഒരു കാരണമാക്കി അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതോടുകൂടി എല്ലാത്തിനും ഒരു പരിഹാരം റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.